ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. നാം എല്ലാവരും വിവിധ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നവരെ കാണാറുണ്ടല്ലോ. തീർത്ഥാടനത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവർ തുടങ്ങിക്കഴിഞ്ഞു. വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുമത അനുയായികളായി ജീവിക്കുവാൻ ആരംഭിക്കുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. സഭയുടെ ആരംഭത്തിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെ വിശുദ്ധർ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. പിന്നീടാണ് അന്ത്യോക്യയിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ ആരംഭിച്ചത്. ക്രമേണ ആ പേര് പ്രാബല്യത്തിൽ വന്നു. ക്രിസ്ത്യാനി എന്നതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ആൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ആൾ എന്നാണ്. ക്രിസ്തുവിന്റെ ജീവിതം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നവർ അല്ലെങ്കിൽ പകർത്തേണ്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്. അങ്ങനെ നാം എല്ലാം സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ജീവിതയാത്രയും സ്വർഗത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. നമ്മൾ ഈ ലോകത്തിൽ ലൗകികമായ എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിച്ചു കഴിഞ്ഞ് സമയം വരുമ്പോൾ സ്വർഗത്തിലേക്ക് നടന്നു കയറുക എന്ന ചിന്ത സാധ്യമല്ല. വഴി പോലും സ്വർഗമാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശിക്കുകയില്ല എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലാണ് ഇപ്രകാരം പറയുന്നത്. അവിടെ കൂടുതൽ വ്യക്തമായി ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശിക്കുകയില്ല. വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം നാം കാണുന്നു, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് എല്ലാം കഴുകി ശുദ്ധമായിരിക്കണം. യാത്ര ചെയ്യുന്നവർ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാണല്ലോ പോകുന്നത്. അതുപോലെ പാപമാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞായിരിക്കണം നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര തുടരേണ്ടത്. യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക എന്നത്. വഴിയായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. അന്ധകാരപൂർണമായ രാത്രിയിൽ പരിചയമില്ലാത്ത ഊടുവഴികൾ കൂടി യാത്ര ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിന്റെ സഹായഹസ്തം നമുക്ക് തുണയാണ്. അതിനാൽ ലക്ഷ്യം തെറ്റാതിരിക്കാൻ യേശുവിന്റെ കൂട്ടത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. അവിടുത്തോട് കൂടിയുള്ള നടത്തം സ്വർഗീയ അനുഭവമാണ്. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം കയ്യിൽ ആശ്രയിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പലപ്പോഴും വഴുതി മാറി തനിച്ചു നടക്കുവാൻ ഇടവന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ, അനുവദിക്കരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വന്നു ചേരുന്നില്ല എന്ന് അരുളി ചെയ്ത വാക്യം നമുക്ക് വീണ്ടും അനുസ്മരിക്കാം. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ സ്വർഗീയ യാത്ര തുടരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ ചെറിയ ചിന്ത ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.